ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഇന്നത്തെ വീഡിയോ നീലുവിൻ്റെ ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ എന്ന് കരുതി. ഞങ്ങളുടെ വീക്ക്ലി ലുലു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ ഇന്ന്. അതിനു മുന്നേ തന്നെ സന്ധ്യാനേരം ആയതുകൊണ്ട് നീലുവിനെയും കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു. അവനിപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. രാമരാമയാണ് അവൻ്റെ മെയിൻ മാസ്റ്റർ പീസ്. അതല്ലാണ്ട് പിന്നെ എന്തൊക്കെയോ ശ്ലോകങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ അണച്ച് ഞങ്ങൾ ലുലുവിലോട്ടുള്ള യാത്ര തുടങ്ങി. അതിന് മുന്നേ പുറത്തുനിന്ന് നീലുവിന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അവൻ ഭയങ്കര ആക്റ്റീവായിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുന്നതുകൊണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ സിഞ്ചി ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ പർച്ചേസ് സിഞ്ചി ലുലുന്നാണ്. വീക്ക്ലി പർച്ചേസ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും മാച്ചിങ് ആയിട്ടുള്ള വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അച്ഛൻ്റെ അമ്മേനെയും കൈ പിടിച്ച് നടക്കാനാണ് കേട്ടോ അവനിഷ്ടം. ഇങ്ങനെ ടുഗെദർ. നീലുവിന്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇത്. അല്ലെ നീലു, ഇത് പുതിയ ഡ്രസ്. എൻട്രൻസിലുള്ള ഈ ഒരു ഏരിയയിൽ അധികവും ടോയ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നീലു ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നും വാശി പിടിക്കാറ് പതിവാണ്. പക്ഷെ ഇന്ന് വാശിയൊന്നും ഇല്ലാത്ത നല്ല കുട്ടിയായി അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. നീലു എടുത്ത നീലുവിന്റെ പെർഫ്യൂം ഇത് കൊള്ളാലോ നീലു. ആദ്യം നീലുവിന് ആവശ്യമായിട്ടുള്ള സോപ്പ്, ലോഷൻസ്, അങ്ങനെ ബേബി ഐറ്റംസ് ഒക്കെയാണ് പർച്ചേസ് ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ പോയത് ഫിഷിൻ്റെ ഏരിയയിലാണ്. ഇവിടുന്ന് ഫിഷ് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നെടുത്തത് നല്ല അടിപൊളി കക്കയും അതുപോലെ ഫ്രഷ് കരിമീനും ആയിരുന്നു കേട്ടോ. ഇവിടെ നല്ല വെറൈറ്റി ഫിഷസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതാ മീറ്റ് ഐറ്റംസിൽ എല്ലാം ഉണ്ട് കേട്ടോ. നീലു സൈഡായി വണ്ടി കയറിയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ എന്തൊക്കെയോ എടുത്ത് തിന്നുന്നുമുണ്ട്. പിന്നെ ഈ ഏരിയയിലൊക്കെ നല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇതൊക്കെ. പിന്നെ ഒരുപാട് വെറൈറ്റി സാലഡ്സ് ഐറ്റംസ് ഒക്കെ ഈ ഒരു സിഞ്ചി ലുലുവിലുണ്ട്. അങ്ങനെ ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി എൻ്റെ ഒരു വേണ്ട സാധനങ്ങളും ഐറ്റംസൊക്കെ പർച്ചേസിങ്ങിൽ. അച്ഛനും മോനും കൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഉരുട്ടി കളിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, പതിവിലും നേരത്തെ തന്നെ ഷോപ്പിംഗ് അവസാനിച്ചു. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീലുവിനെ ഒന്ന് പിടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവൻ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ ചോക്ലേറ്റ് ഐറ്റംസും പെറുക്കി ബില്ലിൻ്റെ അടുത്തോട്ട് വരും. അതെന്നുള്ള പതിവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ തിരിച്ച് വാങ്ങി വെച്ച് ഏതെങ്കിലും ഒരു ചോക്ലേറ്റും കൊണ്ട് ഞങ്ങളെ നൈസായിട്ട് അവനെ പറ്റിക്കും. അപ്പോൾ ഇതെന്നും ലുലുലു വന്നാൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. ഫൈനലി ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു വീക്ക്ലി പർച്ചേസ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ കുട്ടികളുടെ ടോയ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീലുവിനൊരു ടോയ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് വന്നതാണ്. പക്ഷേ അവിടെ കണ്ട എല്ലാ വണ്ടിയിലും അവന് കയറിയിരിക്കണമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവന് വേണ്ട ഒരു കുഞ്ഞു ടോയും വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലുലുന്ന് സ്കൂട്ടായി.